വോട്ടിന് പണമെന്ന ദുരുപദിഷ്ടിത ആക്ഷേപം LDFനെ പറ്റി പ്രചരിപ്പിച്ച UDF നേതാക്കൾക്കെതിരെ പെരുമാറ്റ ചട്ടലംഘനത്തിന് കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് LDF കൊല്ലം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. കൊല്ലത്തെ ചില വോട്ടർമാരിൽ നിന്നും പണം കൊടുത്ത് വോട്ട് സമ്പാദിക്കുന്നതിന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ LDF നിയോഗിച്ചു എന്ന കല്ലുവെച്ച നുണ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ മാധ്യമങ്ങളോട് അവതരിപ്പിച്ചതിനെതിരെയാണ് LDF കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമിതി പരാതി നൽകിയത്. NK പ്രേമചന്ദ്രനും UDFും പരാജയ ഭീതിയിലായതിനാലാണ് അധാർമിക പാത സ്വീകരിച്ചിരിക്കുന്നത്. LDFന്റെ വർദ്ധിച്ച ബഹുജന പിന്തുണ ജനപക്ഷ നയങ്ങളുടെ ഫലമാണ്. LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെതിരെ മുഖ്യ എതിർ സ്ഥാനാർത്ഥിയും കൂട്ടരും അസത്യം പ്രചരിപ്പിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തെ കാറ്റിൽ പറത്തുന്നതാണ്. കശുവണ്ടി തൊഴിലാളികളും പണിയെടുക്കുന്നവരും പാവപ്പെട്ടവരുമാണ് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും. അഭിമാനവും സ്വന്തം രാഷ്ട്രീയവും മുറുക്കിയുടുത്തും സംരക്ഷിക്കുന്നവരാണവർ. വോട്ട് വിറ്റ് പണം വാങ്ങുന്നവരാണ് കൊല്ലത്തെ വോട്ടർമാർ എന്ന ആക്ഷേപം ചൊരിഞ്ഞ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ പ്രബുദ്ധ കൊല്ലത്തെ ആക്ഷേപിച്ചിരിക്കുകയാണ്. കുറുക്കുവഴിയിലൂടെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി LDFനെ മാത്രമല്ല ഒരു നാടിനെയും ജനതയും അപമാനിച്ചിരിക്കുകയാണ്. മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെയും ജനപ്രാതിനിധ്യ നിയമത്തെയും വ്യാജ പ്രചരണത്തിലൂടെ ലംഘിച്ച UDF നേതാക്കൾക്കെതിരെ കേസെടുത്ത് അടിയന്തര നിയമ നടപടി സ്വീകരിക്കാൻ ടിക്കാറാം മീണയ്ക്കും ജില്ലാ ഭരണാധികാരികൾക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ദിവസം ഉണ്ടെങ്കിലേ കിട്ടും. അവർ മാറ്റിയതാ. നമുക്ക് 100 ദിവസവും 100 ഫാക്ടറിയിലും പണിയില്ല. അധികാരത്തിൽ വരുമ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ കശുവണ്ടി പ്രഖ്യാപിക്കേണ്ടി വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന തുറക്കും. രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം